അക്ഷന്തവ്യമായ സിസ്റ്റത്തിൻ്റെ അക്ഷന്തവ്യമായ തെറ്റാണ്. ഈ ജയിലിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ. നിങ്ങൾക്ക് ട്രാൻസ്ഫർ തന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തിരിക്കും, കുട്ടികളെ പഠിപ്പിക്കാതെ. പക്ഷേ എനിക്കെന്താ ഗുണം എന്ന പരസ്യമായി ചോദിച്ച കക്ഷിയാണ് നമ്മുടെ കക്ഷി. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ട് ടോപ്പ് പോസ്റ്റ് ജയിലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് ഒരു സംശയമുണ്ട്, നിസ്സംശയം, ബിയോണ്ട് എനി ഡൗട്ട്, റീസണബിൾ ഡൗട്ട്. ഒരു ലീവ് ലെറ്റർ ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഡയറക്റ്റ് IPS ഓഫീസേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓഫീസേഴ്സിൻ്റെ ഇടയിൽ കറപ്ഷൻ കൂടുതലാണ്. മലയാളി ഓഫീസറിൻ്റെ ഇല്ല എന്ന് പറയരുത്, ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആൾ മലയാളിയാണ്. 62 കോടി രൂപ വാങ്ങിച്ചത് മലയാളിയാണ്. നമസ്കാരം. ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം നമ്മൾ നടുക്കത്തോടെയാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. അദ്ദേഹം പറഞ്ഞ രീതി, അതായത് ജയിൽ ചാടിയ രീതി പോലീസിനോട് പറഞ്ഞത് അഴികൾ മുറിച്ച് മാറ്റി അതിൽ നിന്ന് ഉഴുന്നിറങ്ങി ചാടിയെന്നൊക്കെയാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ? നമ്മളുടെ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ സത്യമാണോ? ഈ ഒരു വിഷയത്തിൽ എന്നോടൊപ്പം മറുനാടൻ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൽ ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS AG റിട്ടയർഡ്. സ്വാഗതം സാർ. വന്ദേ മാതരം. സാർ, നമ്മൾ ഗോവിന്ദചാമി ഒരു സുപ്രഭാതത്തിൽ, അതായത് പെട്ടെന്ന് ജയിൽ ചാടിയ ഒരു വിവരം വാർത്തകളിലൂടെ കാണുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു കുറച്ചു നേരം, ഏകദേശം 1-2 മണിക്കൂർ ആൾക്കാരെല്ലാം തന്നെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം അദ്ദേഹം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊടും ക്രിമിനൽ, പോലീസ് ഭാഷ്യങ്ങളിൽ നിന്ന് അറിഞ്ഞത് വെച്ച് ഏറ്റവും ക്രൂരനായ വ്യക്തി, എന്തും ചെയ്യാൻ മടിക്കാത്ത വ്യക്തി ജയിൽ ചാടുന്നു. അതും വിയൂർ എന്ന് പറയുന്നത്, അതായത് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ, അതായത് 70 ഏക്കറോളം പരന്നു കിടക്കുന്ന 1000-ഓളം തടവുകാർ പാർപ്പിച്ചിരിക്കുന്ന ഒരു അതീവ സുരക്ഷാ ഇടമായ ഒരു സ്ഥലത്ത് നിന്ന് ഇയാൾ ചാടുന്നു. അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇത് ഉണ്ടായി? ഇപ്പോൾ അവസാനമായിട്ട് പോലീസ് പറഞ്ഞൊരു വിശദീകരണം, ജയിൽ കമ്പി മുറിച്ച്, അതായത് ഇത്രയും കട്ടിയേറിയ ജയിൽ കമ്പി മുറിച്ച് ഈ ഒറ്റക്കൈനായ ആള് ഈ വലിയ മതിൽ തുണി കൊണ്ട് കെട്ടി അതിൽ നിന്ന് ഫെൻസിങ് വഴി ചാടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ കേൾക്കുന്ന പലരും ഇത് ഒരർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യം വരുന്നുണ്ട്. ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളും ഇത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മൾ എന്നാൽ പോലും ആ സമയങ്ങളിലും സംശയിച്ചിരുന്നു ഇതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായോ, അല്ലെങ്കിൽ പോലീസിന്റെ അടക്കം, അതായത് ജയിൽ ജീവനക്കാരുടെ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടക്കം ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചർച്ചകൾ പോലും വന്നിരുന്നു. നമ്മൾ കാണുന്ന വാർത്തകൾ തന്നെയാണോ സത്യം? യഥാർത്ഥത്തിൽ ഇത് നമുക്ക് വിശ്വസിക്കാനാകുമോ? താങ്കൾ ഈ ഒരു രംഗത്ത് ഒരുപാട് പ്രവർത്തിച്ചുള്ള ഒരാളാണ്. ഇത്തരം സെൻട്രൽ ജയിലുകൾ സന്ദർശിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട് പരിചയമുള്ളത്. ഇത് തന്നെ ആയിരിക്കും യഥാർത്ഥത്തിൽ നടന്നത്? ശരത്തെ, ആദ്യം ഞാൻ വേറൊരു കാര്യത്തിലേക്ക് ഞാൻ പ്രേക്ഷകരുടെയും ശരത്തിൻ്റെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് ഈ ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നും, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ജോയിൻ ചെയ്യുന്നത് 81-ലാണ്. അതിനു മുന്നേ, ഇപ്പോഴും, അതിനുശേഷവും ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള പോലീസ് ഓഫീസർമാർ, കോൺസ്റ്റബിൾ തൊട്ട് DGP വരെയുള്ള ആളുകളുണ്ട്. അവരെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ മുകളിലാണ്. അത് വല്ലപ്പോഴും അങ്ങനെ ഒരു ജന്മം വരുള്ളൂ, സിദ്ധന്മാർ. ഇത് കോൺസ്റ്റബിൾ തൊട്ട് DGP വരെ ഉണ്ട്. DGPയോ IGയോ മാത്രമല്ല. പിന്നെ അടുത്ത സന്യാസിമാർ. എൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് ഉള്ളത് ഓണസ്റ്റ് ഓഫീസേഴ്സ്. ദേ ആർ വെരി ഓണസ്റ്റ്, ബട്ട് ഒന്നും ചെയ്യുകയും പിടിക്കുകയൊന്നുമില്ല. അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഡൈനാമിസം ഒന്നും കാണിക്കില്ല, ബട്ട് ദേ ആർ ഓണസ്റ്റ്. പിന്നെ ഉള്ളത് ഓഫറിംഗ് ബോക്സ് ഞാൻ കാണിക്കപ്പെട്ടി. ആരെങ്കിലും തന്നാലും സന്തോഷം, തന്നില്ലെങ്കിലും സന്തോഷം. സാറേ വേറെ ഒന്നുമില്ല സാറേ, ഒരു കോഴിമുട്ട ഉള്ളൂ. അത് നാടനാണോ? അതെ സാർ. എന്നാൽ പിന്നെ അത് വെച്ചേരെ. പിന്നെ ഇത് ഇയാൾ ആലോചിക്കുന്ന പറഞ്ഞാൽ കോഴിമുട്ട അതിന് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കോഴിമുട്ട മറച്ച് വയ്ക്കാം. ഇങ്ങനെ എല്ലാവരുടെയും വാങ്ങിച്ച് കുറേ ആകുമ്പോൾ മറച്ച് വയ്ക്കും. ഇങ്ങനെയൊക്കെ ഓഫറിംഗ് ബോക്സ്. പിന്നെ താല്പര്യമുള്ളവരും കാണുമല്ലോ, ഇത് പൈസ പറയുന്ന ഒരു രീതി, സ്വഭാവം, അത് വേറെ. അപ്പോൾ പുള്ളിക്ക് പക്ഷെ വലിയ ബഹളമൊന്നുമില്ല. തന്നില്ലെങ്കിൽ സാറേ എനിക്കൊന്നുമില്ല സാറേ, കോഴിമുട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ മനോരമ പത്രം എന്നത്തെ അതേ ഉള്ളൂ. എന്നാൽ പിന്നെ അതിങ്ങനെ വെച്ചേരുന്നു. വേറെ വയലൻസോ പിന്നെ ഓടിച്ചിട്ട് ആരുടെ പിടിയിടണം അതൊന്നുമില്ല. അതാണ് ഓഫറിംഗ് ബോക്സ്. പിന്നെയുള്ള സിമ്പിൾ തീഫ്, പിക്ക് പോക്കറ്റ് മനസ്സിലായല്ലോ. പിന്നെയുള്ള സിമ്പിൾ തീഫ്, നമ്മുടെ IPCയിലൊക്കെ പറയുന്നത് 379 അല്ലെങ്കിൽ 380 എന്നൊക്കെ പറയുന്നത് സിമ്പിൾ തീഫ്.
ചെറിയ ചെറിയ മോഷണങ്ങളും അത് ഇതൊക്കെ. പിക്ക് പോക്കറ്റല്ല അതിൻ്റെ അടുത്ത ഗ്രേഡ്. പിന്നെ ഉള്ളത് വയലൻസ് ഇല്ലാത്ത ലൂട്ടിങ്. വയലൻസ് ഇല്ലാത്ത ലൂട്ടിങ് കൊള്ളാം. പിന്നെയുള്ള അടുത്ത കാറ്റഗറി ഡക്കോയിറ്റ്. വയലൻസ് കാണും, കൊല്ലും, പിടിച്ചു പറിക്കും, പിന്നെ അത് ആത്മഹത്യയാക്കും, എന്തും ചെയ്യും. അതാണ് ഡക്കോയിറ്റ്സ്. ലാസ്റ്റ് ഒരു കാറ്റഗറി ഈ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഉദയം ചെയ്തിട്ടുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഓ അവിടെ കറപ്ഷൻ, ഇവിടെ കറപ്ഷൻ, എന്ത് ചെയ്യും, നമ്മുടെ നാടിങ്ങനെ നശിച്ചു പോയി, ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവന്മാർ ഉണ്ട്. അങ്ങനെയുള്ള ചുരുക്കമാണ്. ഒരു 3-4 പേര് എൻ്റെ അറിവിൽ ഇപ്പോൾ ഉണ്ട് നമ്മുടെ IPS ഓഫീസേഴ്സിൻ്റെ ഇടയിൽ. 62 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. 62 crores ഫയലിലുണ്ട്. മൊത്തത്തിലോ അതോ 2 കേസിലായിട്ട്. ഒരു പ്രാവശ്യം 5 കോടി, പിന്നെ ഒരു ദിവസം 57 കോടി. 62 കോടി നേരിട്ട് വാങ്ങിച്ചതല്ല, ഇയാൾ സാങ്ഷൻ ചെയ്തു. എല്ലാം കറപ്ഷനാണല്ലോ. യോഗ്യതയില്ലാത്തവന് ഫ്ലൗട്ടിങ് ദ റൂൾസ്, വിജിലൻസ് ആംഗിൾ എന്ന് പറയുന്നത്, CBI ആംഗിൾ എന്ന് പറയുന്നത്, ആൻറ്റി കറപ്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് ഫ്ലൗട്ടഡ് ദ റൂൾസ് ആൻഡ് ഓർഡേഡ് സാങ്ഷൻഡ് ദ ലോൺ, you are deemed to have committed corrupt work എന്നാണ്. അപ്പോൾ ഈ ബാങ്ക് ഓഫീസേഴ്സിനൊക്കെ പിടിക്കണമെങ്കിൽ അയാൾ പൈസ വാങ്ങിക്കണമെന്നൊന്നും കാണണ്ട. അയാൾ റൂൾസ് ഫ്ലൗട്ട് ചെയ്തിട്ടുണ്ട്, പൈസ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പൈസ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ കേസ് വിൽ ബി രജിസ്റ്റേർഡ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി ഡൺ അഗൻസ്റ്റ് ഹിം. അതേപോലെ ഫ്ലൗട്ടിങ് ദ റൂൾസ്, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫ്ലൗട്ട് ചെയ്ത് ഒരു പ്രാവശ്യം 57 കോടി രൂപ കൊടുത്ത് വേറൊരു പ്രാവശ്യം 5 കോടി രൂപ. ഇതൊക്കെ ഏത് കാലത്തെന്ന് സ്ഥലത്ത് ആലോചിക്കണം. ദിസ് വാസ് അബൌട്ട് 25 years ബിഫോർ. 5 കോടി എന്ന് പറയുന്നത് സൂര്യ TV ന്യൂസ് വന്നതാണത്. അവസാനം സൂര്യ TV ന്യൂസ് വായിച്ച ആ ലേഡിയെ ഡിസ്മിസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഹൗ ഡയർ ഷീസ് എന്ന് പറഞ്ഞിട്ട് സൂര്യ TV എല്ലാവർക്കും ഇതൊക്കെ ഓർമ്മ കാണും. അപ്പം അത് വാങ്ങിയിട്ട് ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം അറിഞ്ഞിട്ടും അയാളെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അയാൾ ഈ കാറ്റഗറിയാണ്. ഇടയ്ക്കിടയ്ക്ക് കറപ്ഷൻ, അവിടെ കറപ്ഷൻ, ഇവിടെ കറപ്ഷൻ, അവൻ കള്ളൻ ഇവൻ കള്ളൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ 2 കോടി രൂപ ബ്രീഫ് കേസിൽ കൊണ്ട് അങ്ങനെ മെച്ചപ്പുറത്ത് വെച്ച് അയാൾ തൊടില്ല. 2 ദിവസത്തേക്ക് തൊടില്ല. 3-ാമത്തെ ദിവസം കൊതുക് പോലും ആ റൂമിലില്ല എന്ന് അറിഞ്ഞാൽ എടുത്താത്ത് വയ്ക്കും. ആ കക്ഷിയാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. അയാൾ ആകെ നമ്മുടെ അറിവിലൊരു 4-5 കറപ്റ്റ് പ്രാക്ടീസ് നടത്തുകയുള്ളൂ. അതിലൊന്നാണ് ഈ 57 പ്ലസ് 57 5-6 ലോണായിട്ടാണ്. ഇതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തായാലും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ വരെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറിയുടെ. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഏത് ഭരണം വന്നാലും അയാൾക്ക് പിടിയാണ്. അങ്ങനെയുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഇതിനേക്കാളും സിമ്പിൾ തീഫാണ് നല്ലത്. ഒന്നുമില്ലെങ്കിലും കുറേ പോലീസ് വർക്കും ചെയ്യും, അഥവാ കാശ് വാങ്ങിച്ചാലും ഈ ഓഫറിംഗ് ബോക്സും സിമ്പിൾ തീഫാണ് ഭേദം. ഇവന്മാരൊക്കെ ഈ ഗോവിന്ദച്ചാമിയെ പോലെ ഡ്രഡഡ് ക്രിമിനൽസാണ് ഈ ഞാൻ പറയുന്ന ലാസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയുക, എന്നിട്ട് കറപ്റ്റ് പ്രാക്ടീസസിൽ ഇടവുക, ആരെ എന്തും ചെയ്യുക, ഏത് തെളിവും വെച്ച് കള്ളത്തെളിവ് വെച്ച് ആരെയും അകത്താക്കുക, ഏത് മർഡർ കേസിനെ സൂയിസൈഡ് അയക്കുക, സൂയിസൈഡിനെ മർഡറാക്കുക. ഇതെല്ലാം ഞാൻ ഈ പറയുമ്പോൾ കേൾക്കുന്നവർക്ക്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും മനസ്സിലാവും, IASകാർക്കും ഏകദേശം മനസ്സിലാവും, നേരത്തെ റിട്ടയർ ചെയ്ത് പോയവർക്കും ആരെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് 1981 ജോയിൻ ചെയ്തത്. 81 ജോയിൻ ചെയ്തപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ശുദ്ധീകരിക്കാനാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. നമുക്കങ്ങനെ, ഞങ്ങളെ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചീത്ത വിളിക്കാൻ ആരും പഠിപ്പിക്കാറില്ല. ഇങ്ങനെ വെളിയിലൊക്കെ പറയും ചീത്ത വിളിക്കാൻ പഠിപ്പിക്കുന്നു, അടിക്കാൻ ബോഷ്കത്തോ, അങ്ങനെ ഒരു സംഗതി ആരും പഠിപ്പിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ പോലീസ് ട്രെയിനിങ് കോളേജിൽ പഠിപ്പിക്കുന്നു. നല്ല ട്രെയിനിങ് മാത്രമേ ഞങ്ങൾക്ക് തരാറുള്ളൂ. പിന്നെ എല്ലാവരും ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവനവൻ്റെ DNA അനുസരിച്ച്, അവനവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ക്വാളിറ്റി അനുസരിച്ചും ഓരോ രീതിയിൽ പ്രവർത്തിക്കും. അല്ലാതെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ഒരു ഗവൺമെൻറ്റും ഞങ്ങളെ നിർബന്ധിച്ചിട്ടില്ല, ഇപ്പോഴും ഇല്ല, അന്നുമില്ല. 81, 82, 83 ട്രെയിനിങ് പീരീഡിലും ഒന്നുമില്ല. ആ സമയത്ത് ഞാൻ പോലീസിൽ കയറുമ്പോൾ, ഞാൻ കോട്ടയം വെസ്റ്റിലാണ് ട്രെയിനിങ് നടത്തിയത്. കയറുമ്പോൾ ഏറ്റവും കറപ്റ്റായിട്ടുള്ള ഞങ്ങളുടെ പോലീസിൽ, അതായത് എൻ്റെ പോലീസുകാരൻ തൊട്ട് SI തൊട്ട് IPS SP, അത് കഴിഞ്ഞിട്ട് ASP തൊട്ട് DGP, ഈ 3 കാറ്റഗറിയിലാണ്. ഈ 3 കാറ്റഗറിയിൽ ഏറ്റവും വൃത്തികെട്ട വർഗം ഞാൻ കയറുന്ന സമയത്ത് പോലീസുകാരാണ്. അത് അങ്ങനെയുള്ളവരിപ്പോൾ ഇല്ല, വംശനാശം വന്നു. എനിക്കറിയാം, ചിലരുടെ പേരൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് ഞാനൊരു 15 വർഷം
ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ 15 15 വർഷം സീനിയർ സി എ ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പോലീസുകാരങ്ങ് നന്നായി തുടങ്ങി. കാര്യം ഞാൻ ഈ പോലീസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പല പോലീസുകാരൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ കോൺസ്റ്റബിൾ സർവീസ്, കോൺസ്റ്റാബുലറി നമ്മുടെ കേരള പോലീസിൽ അങ്ങ് നന്നായി തുടങ്ങി. അപ്പം ഞങ്ങളുടെ കാറ്റഗറി SI ടു DYSP അല്ലെങ്കിൽ KPSSP ആ കാറ്റഗറിയായി അവസാനം പിന്നെ കുഴപ്പം പിടിച്ചത്. ഭയങ്കര കറപ്റ്റാണ് എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥർക്കെല്ലാം ഒപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള. എന്നാലും 100,000 രൂപ വാങ്ങിച്ചാൽ മേലുദ്യോഗസ്ഥർ, അന്ന് മേലുദ്യോഗസ്ഥർ IG റാങ്കിലൊക്കെ വളരെ കറപ്റ്റായിട്ടുള്ളവർ വളരെ കുറവാണ്. അവർക്ക് പറയും 10,000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 2 കുപ്പി കൊടുക്കും, അവർക്ക് അത്രയും മതി. പക്ഷേ ഈ ഭൂരിപക്ഷം പൈസയും ഈ SI ടു DYSP ഒരുപാട് പേര് എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ DYSP ഒക്കെ ആയി ഒരു 2000 ഒക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ ബാക്കിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾസ് നന്നായി. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മുടെ കാറ്റഗറി SI ടു DYSP കറക്റ്റായി പ്രാക്ടീസിൽ ഉള്ളപ്പം IPS കാരായിരുന്നു. നേരത്തെ കോൺസ്റ്റബിളുകാരും വളരെ മോശമായിരുന്നപ്പോഴും ഞങ്ങൾ മോശമായപ്പോഴും ഞാൻ കയറിയ ആദ്യത്തെ ഒരു 15-20 വർഷം IPS കാരാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഓഫീസേഴ്സ്. നമുക്കൊരുപാട് ഈ മെഗാ ഗോഡ്സ് എന്ന് പറയും, എനിക്ക് മലയാളത്തിൽ ദൈവങ്ങൾ, മെഗാ ഗോഡ്സ് ആയിരുന്നു അവർ. DGP സുകുമാരൻ നായർ, രാമൻ, അച്യുതരാമ വാര്യർ രാമൻ വാര്യർ അങ്ങനെ ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാണുന്ന പോലെ തന്നെ നല്ല ഫെയറും വെരി ഹാൻഡ്സമാണ്, ഈസ് വെരി അപ്രൈറ്റ്. പിന്നെ അലക്സാണ്ടർ ജേക്കബ് നമ്മുടെ ജയിലിലെ DGP ആയിരുന്നു. രാജഗോപാലൻ നായർ, ജോൺ മത്തായി, ഇങ്ങനെയുള്ള വലിയ സ്റ്റാർ, രാധാകൃഷ്ണൻ, അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു, തമിഴ്നാട്ടുകാരനാണ്. പിന്നെ ഒരു സീനിയർ സുബ്രഹ്മണ്യൻ, നോട്ട് ജൂനിയർ സുബ്രഹ്മണ്യൻ, സീനിയർ സുബ്രഹ്മണ്യൻ, കർണാടക കേഡർ. അവരൊക്കെ നമ്മളങ്ങ് ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെയുള്ളവർ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ, ദൈവമേ എന്തുകൊണ്ട് അങ്ങനെയുള്ളവർ ഇപ്പോൾ ഇല്ലയെന്ന്. അങ്ങനെയുള്ളവരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് 2000 ഒക്കെ ആയപ്പോഴേക്കും ഈ IPS കാരെ കറപ്റ്റായി തുടങ്ങി. കോൺസ്റ്റബിൾസ് നന്നായി, SI മാരും CI മാരും കുറച്ചുകൂടെ നന്നായിക്കൊണ്ടുവരുന്നു, ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്, ദേ ആർ ഇംപ്രൂവിങ്. അത് കഴിഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോയി. അതായത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, ഒരു ഇൻസിഡൻറ്റ് പറയാം. IPS കാരുടെ കറപ്ഷൻ. ഒരു SP, ഡയറക്റ്റ് SP, ആലപ്പുഴ SP ആയിരിക്കുമ്പം ഈ അബ്കാരിക്കാരുടെ പൈസ, അത് പോലീസിലെ പഴയ പ്രാക്ടീസാണ്, വാങ്ങിക്കും. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും, SI കൊടുക്കും, CI കൊടുക്കും, DSP കൊടുക്കും. അപ്പോൾ ഇയാളത്തെ ആരോ പറഞ്ഞു കൊടുത്ത്, ഇയാൾ ഹരിയാന ഭാഗത്ത് അവിടുന്നാണ് വന്നത്. അയാളൊരു സാധുവാണ്, പക്ഷേ പൈസ വേണം, ആക്രാന്തമാണ്. അതിനുവേണ്ടി എങ്ങനെ എന്തും ചെയ്യും, വലിയ ബുദ്ധിയില്ല അങ്ങേർക്ക്. അപ്പം അയാൾ DGP ആയിട്ട് റിട്ടയർ ചെയ്തു, പോയി ഒരുപാട് കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടു, പേര് പറയുന്നില്ല. ഇങ്ങനെ അവിടെ SP ആണ്. അപ്പം അന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, ഞാൻ അന്നവിടെ SI ആണ്. അപ്പം അന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്കാരി പൈസ ദീപാവലി, ഓണം ഒക്കെ വരുമ്പോൾ അബ്കാരിക്കാർ അവിടെ പൈസ കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും, DYSP ഓഫീസിൽ കൊടുക്കും, CA ഓഫീസിൽ കൊടുക്കും. അത് സ്ഥിരമാണ്, എനിക്കാണ് ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അപ്പം അതിപ്പോൾ 1,00,000 രൂപയാണ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് കൊടുത്തു. അപ്പം SP ഇയാൾക്ക് വേണം, പൈസ വേണം. അന്ന് തുടങ്ങിയേ ഉള്ളൂ ഈ ഡയറക്റ്റ് IPS പൈസ വാങ്ങുന്നത്. അപ്പോൾ ഇയാൾക്ക് പൈസ എത്തിക്കുമായിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 76 ബാച്ചിലുള്ള 76 ബാച്ച് ഡയറക്റ്റ് SIയിലുള്ള ഒരു തിരുവനന്തപുരത്ത് എന്നായിരുന്ന ഒരു ഓഫീസർ, ഈസ് എ ഗുഡ് ഓഫീസർ. അദ്ദേഹമായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് DYSP. അദ്ദേഹമാണ് ഈ കളക്ട് ചെയ്യുന്നത്, പൈസ വാങ്ങിച്ച് കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 20,000, വലിയ എമൗണ്ടാണ് 20,000 എന്ന് പറഞ്ഞാൽ. ആ SP-ക്ക് 20,000 റുപ്പീസ് സാലറി ഉള്ളൂ. തുടക്കം SP-യുടെ വളരെ മോശം സാലറിയാണ്. എനിക്കൊരു ഒരു 10,000 രൂപ അന്ന് സാലറി വരുള്ളൂ. അപ്പോൾ ഇയാൾ പൈസ വാങ്ങിച്ചകത്ത് വെച്ചു. അത് കഴിഞ്ഞ് ആരോ പോലീസുകാർ, അപ്പോൾ ഇയാളുടെ ഈ മട്ടും ഭാവമൊക്കെ ഉണ്ടാവും, പോലീസുകാർ കൂടെയുള്ള പോലീസുകാർ വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇയാളുടെ വിചാരം ഈ എല്ലാ മേജർ ഹോളിഡേയ്സിനും ഈ പൈസ കൊടുക്കും, ഈ DYSP എനിക്ക് തരാത്തതാണ് എന്ന് ആരോ ഇയാളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ DYSPയുടെ എതിർപ്പുള്ള ഏതോ പോലീസുകാർ പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ നമ്പർ സംഘടിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു, അവിടുത്തെ പ്രധാനപ്പെട്ട ഏതോ ഉള്ളൊരു അബ്കാരി അയാളുടെ നമ്പർ സംഘടിപ്പിച്ച് ഇയാൾക്ക് മലയാളം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച്
നോർത്ത് ഇന്ത്യനിൽ ഇയാൾ നേരിട്ട് ഇയാളെ വിളിച്ചു. ഇത് ഞങ്ങളുടെ വിജിലൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. അന്ന് ഞാൻ വിജിലൻസിലാണ്. വിളിച്ചിട്ട് ചോദിച്ചു, ഹലോ ആരാണ്, ഇത് എസ് പി ആണ്. എസ് പി. അയാൾ ഞെട്ടിപ്പോയി. അയാളെ ജീവിതത്തിൽ ഇന്നലെ ഒരു എസ് പി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ IPS എല്ലാം അതില്ല ആ പരിപാടി. എസ് പി ആണ്. എസ് പി എന്ന് പറഞ്ഞപ്പോൾ വെച്ചാൽ അയാൾക്ക് വിശ്വാസം വന്നില്ല. ഏയ് അതൊരിക്കലും സാധ്യതയില്ല. എന്താ സാർ? അല്ല പിന്നെ വിഷുവാണ്. ബിഷു എന്നാണ്. ബിഷുവാണ്, കണ്ടില്ല, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഉടനെ അങ്ങ് നമ്മുടെ DYSP വിളിച്ചു. അപ്പോൾ DYSP പറഞ്ഞു, ഒരിക്കലും ASP വിളിക്കൂലല്ലോ. ഇല്ല, വിളിച്ചു, നമ്പർ ഇന്ന നമ്പറാണെന്ന് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് വെരിഫൈ ചെയ്തപ്പോൾ ഇയാൾ സാർ ബിഷു അല്ലേ, ബിഷു ഒന്നും കണ്ടില്ല, നിങ്ങളെ ഒന്നും കണ്ടില്ല. ഞാൻ പിന്നെ നേരിട്ട് വിളിച്ചു, നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടത്. അപ്പോൾ അന്ന് തുടങ്ങി 20 years മുമ്പ് നമ്മുടെ ഇറോഷൻ ഓഫ് ക്വാളിറ്റീസ് എമംഗ് IPS ഓഫീസേഴ്സ്, ഡയറക്റ്റ് IPS ഓഫീസേഴ്സ് അന്ന് തുടങ്ങി. അങ്ങനെ തുടങ്ങി. പിന്നെ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇപ്പം നോക്കുമ്പോൾ ഞാനിപ്പോഴും ഞാൻ റിട്ടയർ ചെയ്തെങ്കിലും എനിക്ക് ഒബ്സർവ് ചെയ്യാമല്ലോ പല ആളുകളെല്ലാം. ശരത്തിനെ പോലെ ഒരു ജേർണലിസ്റ്റായിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാമല്ലോ. ഞാൻ ഇൻഡിപെൻഡൻ്റ്. നമ്മുടെ കോൺസ്റ്റബിൾസിൽ എനിക്ക് ഒരു 45,000 കോൺസ്റ്റബിൾസ് റഫ്ലി കാണും. അതിനകത്ത് ഒരു 40,000 കോൺസ്റ്റബിൾസ് വെരി ഓണസ്റ്റ്. ഒരു കുഴപ്പമുണ്ട്, ജോലി ചെയ്യില്ല. മറ്റേ പഴയ പോലീസുകാരാണെങ്കിൽ വീട്ടിൽ പോവില്ല, ഭയങ്കര ജോലിയാണ്. ഇത് ജോലി ചെയ്യില്ല. എത്രയും വേഗം എങ്ങനെ കൊച്ചിനെ വിളിക്കാൻ പോകാം, ട്യൂഷന് ഭാര്യയെ വിളിക്കാൻ പോകണം, ഈ താമസിച്ച് വന്നാലും നേരത്തെ പോകണം. ഇങ്ങനത്തെ ചിന്തകൾ അങ്ങനെയുള്ള പോലീസുകാരുണ്ട്. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. രാത്രി 11 മണിക്ക് വീട്ടിൽ പോകുന്ന ചെറുപ്പക്കാരായ പോലീസുകാർ ഇപ്പോഴുണ്ട്. പിന്നെ അവരെല്ലാം വളരെ ക്വാളിഫൈഡ് ആണ്. അവർ സിവിൽ സർവീസ് എഴുതിയില്ല, ഡയറക്റ്റ് സിവിൽ സർവീസ് എഴുതിയില്ല. ഒരുപക്ഷെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാന കുറവുകൊണ്ടായിരിക്കും അവർ എഴുതാത്ത. ബാക്കി എല്ലാം ബുദ്ധിയെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 PSOമാരുണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും എനിക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഈ പോലീസുകാർക്കുണ്ട് എന്ന് ഞാൻ കണ്ടെത്തി. ഇംഗ്ലീഷ് എഴുതാനോ ഡ്രാഫ്റ്റ് ചെയ്യാനോ ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. പക്ഷേ പ്രാക്ടിക്കൽ ബുദ്ധി. ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റേഷന് കൊണ്ടുപോയാൽ സാർ അത് അങ്ങനെ ഒരു സംഗതി, ഇങ്ങനെ ഒരു സംഗതി, അപ്പം നമുക്ക് ശരിയാണ്, അത് നോക്കിയില്ല. അത്ര ബുദ്ധിയുള്ള 2 പോലീസുകാരാണ് ഞാൻ എടുത്തിരുന്നത്. അതിൽ ഒരാൾ 15 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും സർവീസിലുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ പോലീസുകാർ നേരത്തെ വീട്ടിൽ പോകണം. പിന്നെ ഈ 2 PSOമാരും രാത്രി 11 മണിക്ക് ഞാൻ പോയ ശേഷമാണ് പോണത്. അങ്ങനെയുള്ള പോലീസുകാർ ഇപ്പോൾ ഉണ്ട്. പക്ഷേ പൊതുവേ ഒരു ഉഴപ്പുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പോലീസുകാരുടെ. അതേ ഉള്ളൂ അവരുടെ ഒരു കറപ്ഷൻ എന്ന് പറഞ്ഞാൽ. മറ്റേ പരിപാടിയില്ല. ഈ ചക്രം വായ്പ അത് ബാക്കിയുള്ള 5,000 ഉണ്ട്. അത് ഉണ്ടെങ്കിൽ CIക്കും DYSPക്കും IG-ക്കും കാശ് കിട്ടുള്ളൂ. അവരും കൂടെ വർക്ക് ചെയ്യണം. അപ്പം അതങ്ങനെ. അപ്പം 95% പോലീസുകാർ എൻ്റെ കാഴ്ചപ്പാടിൽ അവർ കറപ്റ്റ് അല്ല. പിന്നെ ഈ ശമ്പളം കൊണ്ട് ജീവിക്കുന്നവരാണ്. അതാണ് നമ്മൾ പറയേണ്ടത്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. വേറെ ഒരു ചിന്തയില്ല അവർക്ക്. പിന്നെ ഭാര്യമാർക്കൊക്കെ ജോലിയാണ് പലരുടെയും. അത് കഴിഞ്ഞ് SI to DYSP റാങ്കിൽ ഒരു 50% കറപ്റ്റാണ് സ്റ്റിൽ. 50% ഞാൻ ഈ പറഞ്ഞ പോലീസുകാരെ പോലെ വളരെ സാത്വികന്മാരും സിദ്ധന്മാരും എല്ലാം ഈ SI to DYSP റാങ്കിൽ KPS SP റാങ്ക് വരെ ഇപ്പോഴും ഉണ്ട്. ബാക്കി 50% പോക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ IPSലേക്ക് വന്നാൽ, ഡയറക്റ്റ് IPS ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2013 ബാച്ചിന് ശേഷം ഉള്ളവരെ എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറക്റ്റ് IPS ദേ ആർ ടു യങ് ആൻഡ് ടു ജൂനിയർ ടു മീ. അവരെ എനിക്ക് അറിഞ്ഞുകൂടാ. 2013 വരെയുള്ള ബാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഡയറക്റ്റ് IPS ഓഫീസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയും ഒരു 50% IPS ഓഫീസേഴ്സ് കറപ്റ്റാണ്. 50% ഉണ്ട്. പ്രത്യേകിച്ച് യങ് ഓഫീസേഴ്സ്, ഇപ്പോഴത്തെ യങ് ജനറേഷൻ, ഒരു 35-40 വയസ്സിന് താഴെയുള്ളവരിൽ കൂടുതലാണ് ഈ ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി. അതിനകത്ത് ഒരു പൈസയുടെ ജോലി പോലും ചെയ്യാതെ ശമ്പളം മാത്രം വാങ്ങിച്ച് വീട്ടിൽ പോണ IPS ഓഫീസേഴ്സും ഉണ്ട്. പക്ഷെ അവർക്ക് കറപ്ഷൻ ഇല്ല. അപ്പോൾ 50% IPS ഓഫീസർ, സീനിയർ ഓഫീസേഴ്സ്, പിന്നെ DIG തൊട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് വരെ ഉള്ളവരുടെ കാറ്റഗറി എടുക്കുമ്പോൾ ഇതൊരു 60-70% വരും ഈ കറപ്ഷൻ.
ഇതാണ് ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ യഥാ രാജ തഥാ പ്രജ. ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ കുറ്റം പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരനെ എൻ്റെ അടുത്ത് മർഡറിനെ സൂയിസൈഡ് ആക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അതായത് ഒരു വൃത്തികേടും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഈ രാഷ്ട്രീയക്കാർ ഇതാര് ശരത്ത്, മറ്റേതാര് ഗോപാലകൃഷ്ണൻ, അത് ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ല, അയാൾ ചെയ്യില്ല, എന്നാൽ ഞാൻ 10-15 വർഷം സർവീസായിരുന്നു, അവർ പറയില്ല. അതേസമയം ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് പോയാൽ അയാൾ നമ്മുടെ ആളാണ്. കോൺഗ്രസ് വന്നാലും CPM വന്നാലും BJP വന്നാലും പറയും നമ്മുടെ ആളാണ്, അയാൾ ചെയ്യും എന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയും. രാഷ്ട്രീയക്കാരാണ് ഇങ്ങനെ ആക്കിയത്, ഒരളവ് വരെ കറക്റ്റാക്കിയത് അവരാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അന്നും ഇന്നും ഇപ്പോഴും, ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് യങ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, വെരി ഫിയേഴ്സ്ലി ഓണസ്റ്റ് അപ്രൈറ്റ് സിദ്ധന്മാരാകും അവർ. IG-മാരും DG-മാരാകുമ്പോൾ സിദ്ധ സ്റ്റേജിലേക്ക് വരും. അങ്ങനെയുള്ളവർ നമുക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ കംപ്ലീറ്റ് നമ്മൾ എല്ലാ ആശ നശിച്ചെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എനിക്കൊരിക്കലും മനസ്സിലാവാത്തൊരു കാര്യം, ആ കാറ്റഗറിയിൽപ്പെട്ട ഓഫീസേഴ്സിനും മാത്രമേ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും DGP പ്രസൻസ് അല്ലെങ്കിൽ ADGP പ്രസൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇത് ഞാൻ പറയുമ്പോൾ പോലീസിലുള്ളവർക്ക് മനസ്സിലാവും, വെളിയിലുള്ളവർക്ക് മനസ്സിലാവും, ജയിലിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വഴിതെറ്റിയൊക്കെ വരുന്നുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, എല്ലാവരും ഡക്കോയിറ്റ്സ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഭൂരിപക്ഷം ജയിലിൽ അവിടെ വരുന്നവർ അങ്ങനെയുള്ളവരെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം അവർ എന്തും ചെയ്യും, കറപ്ഷൻ എത്തിരി കാണിച്ചാലും കുഴപ്പമില്ല, ആരെ വേണമെങ്കിലും തുറന്നു വിടും, എന്ത് ഓകൃത്തനവും അവർ ചെയ്യുമെന്ന് രാഷ്ട്രീയക്കാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഈ അടുത്ത കാലത്ത് ഒരു IG-യെ പോസ്റ്റ് ചെയ്തു. അടുത്ത കാലത്ത് അയാൾ വളരെ സത്യസന്ധനും ഒരു പാവപ്പെട്ടവനാണ്. അങ്ങേര് പേടിച്ചങ്ങ് വന്നില്ല. അങ്ങേര് പോയി ആരത്തിനും പറഞ്ഞാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാണ്. അങ്ങേര് ഒരിക്കലും അവിടെ വന്നാൽ ശരിയാവില്ല. അങ്ങേര് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം മാറ്റി, പുള്ളിക്ക് വേറെ ഏതോ പോസ്റ്റിംഗ് കൊടുത്തു. ഒരു IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പം എന്താ ഇങ്ങനെയുള്ളവരെ പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും? അപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ സിദ്ധ വർഗത്തിൽപ്പെട്ട, എൻ്റെ അഭിപ്രായത്തിൽ ജയിലിലിരുന്ന ഏറ്റവും സിദ്ധനായിട്ട് വന്ന ജന്മം സുകുമാരൻ നായർ സാറാണ്. DGP സുകുമാരൻ നായർ സാറ്. പിന്നെ ഉള്ളത് ഞാൻ പറയും അലക്സാണ്ടർ ജേക്കബ് സാർ. പിന്നെ ഞാൻ പറയും രാമൻ സാർ. അദ്ദേഹം വളരെ സീനിയറാണ്. ഞാൻ ഈ പറഞ്ഞ സുകുമാരൻ നായർ സാറിൻ്റെയൊക്കെ ബാച്ച്മേറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ 3 പേരുടെ പേരെ എനിക്ക് പെട്ടെന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ ജയിലിൽ ഇപ്പം നമ്മുടെ ഗോവിന്ദച്ചാമിയിലേക്ക് വന്നാൽ എന്തിനാ പിന്നെ ഓരോരുത്തരെ അവിടെ മുകളിലൊക്കെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? 2.5 ലക്ഷം 3 ലക്ഷം രൂപ വാങ്ങിക്കുക, പിന്നെ കള്ളറ്റിയെ മറ്റത് മറിച്ചത്, എന്തെല്ലാം ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത്. എന്നിട്ട് എന്തെങ്കിലും ഒരു ലക്ഷം രൂപയുടെ പണിയെങ്കിലും ചെയ്യണ്ടേ? എല്ലാം രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം. എന്തായാലും കളഞ്ഞിട്ട് പോയാൽ അങ്ങനെ 1 രൂപ ശമ്പളം കുറയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരു ADGPയുടെയും ഒരു IG-യുടെയും 1 രൂപ ശമ്പളം കുറയ്ക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യാവകാശ കമ്മീഷനെ പോസ്റ്റ് ചെയ്താലും ശമ്പളം കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതല്ല, ദേ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ്. ASP ലെവലിൽ കറപ്ഷൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഭീകരനായിരിക്കും. കാരണം ഈ ഹാബിറ്റ് ചൊട്ടയിലെ ശേലം ചുടല വരെ ഇത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്ത് വലിയ ഡക്കോയിറ്റ് ആവും. അപ്പം ഇയാൾ കാലിക്കട്ട് കണ്ണൂർ ഭാഗത്ത് ASP ആയിരിക്കുമ്പോൾ ഇയാളടുത്ത് വന്നപ്പോഴേ ഈ ആക്രാന്തമാണ് പൈസയ്ക്കുള്ള. അത് പോലീസുകാർക്ക് ടക്കനെ മനസ്സിലാവും. പിന്നെ ഇയാളടുത്ത് പറഞ്ഞു കൊടുത്ത്, സാറേ ആ CI ഭയങ്കര ചക്രമാണ്. സത്യമാണ്, CI ഭയങ്കര ചക്രമായിപ്പായിരുന്നു. ഇയാൾ മേശയ്ക്കകത്താണ് ഇത് സൂക്ഷിക്കുന്നത്. ഒരു സർപ്രൈസ് ചെക്ക് എടുത്ത്, അതെന്തോ ഈ പോലീസുകാർക്ക് എന്താ അതിൻ്റെ ഷെയർ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ എന്തോ പ്രശ്നമാണ്. ഇയാൾ ഒരു ദിവസം സർപ്രൈസ് ചെക്ക് എടുത്ത് ASP 24 വയസ്സുള്ള ASP ഇയാൾ എത്ര മണിക്ക് വീട്ടിൽ പോകുന്നൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് ഇയാളുടെ മേശയ്ക്കകത്ത് കൈയിട്ട് 1 കെട്ട് നോട്ട് എടുത്തുണ്ട്. 1 കെട്ട് നോട്ട് അന്നത് 20,000 മറ്റോ വരുമെന്നാണ് പോലീസുകാർ പറയുന്നത്. ഞാൻ ആ ഭാഗത്തുനിന്ന് ട്രാഫിക്കിൽ മറ്റോ ഉണ്ട്. അപ്പോൾ എടുത്തോണ്ട് പോയി. അപ്പോൾ ഈ CI ഇപ്പോഴും അന്നും ഒരു SP-ക്കെതിരായിട്ട് ഒരു DIG-ക്കെതിരായിട്ടൊക്കെ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യും? അപ്പോൾ CI പിന്നെ കറപ്റ്റുമാണ് ഈ CI മിണ്ടാതിരുന്ന് വിളിച്ച് എന്തെങ്കിലുമൊക്കെ പൈസ തിരിച്ചു തരും എന്നൊക്കെ വായിച്ചു. പക്ഷേ ഇയാൾ ഭയങ്കര ബുദ്ധിമാനായിരുന്നു CI. അന്ന് ഈ
ഇതുപോലെ ഇലക്ട്രോണിക് ചെല്ലാനും ഒന്നുമില്ല. ഈ ട്രാഫിക് പെറ്റി അയാൾ DGPക്ക് കേരളാസ് കൊടുത്ത് പിന്നെ DIGക്കും IG ക്കും കേരളാസ് കൊടുത്ത് ഇത് ഞാൻ ഈ ട്രാഫിക് പെറ്റി പിടിച്ച പൈസയാണ് ഇങ്ങനെ എടുത്തോണ്ട് വരുന്നത്. അപ്പോൾ ASP വെട്ടിലായിപ്പോയി. അപ്പം ഈ അന്നത്തെ സീനിയേഴ്സ് എല്ലാം അവരാണ് ഇവരെയൊക്കെ വളർത്തുന്നത്. ഇയാളുടെ സീനിയേഴ്സ് എല്ലാം കൂടെ ഇടപെട്ട് അത് സെറ്റിൽ ചെയ്തു. അത് രക്ഷപ്പെട്ടു. ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഞാൻ 2-3 ഇൻസ്റ്റൻസ് പറയാം. അയാൾ ഇന്ന് വലിയൊരു പോസ്റ്റിലിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാൾ കോഴിക്കോട് കമ്മീഷണറായിരിക്കുമ്പം ഒരു പ്രമുഖ, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമുഖ ജുവലർ, ഈ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജുവലർ, അയാളുടെ ടൈപ്പിസ്റ്റിനെ റേപ്പ് ചെയ്തു അങ്ങനെ ഓഫീസിൽ. അവൾ പരാതിപ്പെട്ടപ്പം ഇന്ന് ആ മീഡിയ ഒന്നും അത്ര പോപ്പുലർ അല്ല, സോഷ്യൽ മീഡിയ ഇല്ല. അപ്പം ഇയാൾ കമ്മീഷണറാണ്. ഇയാൾക്കപ്പോൾ എത്ര വയസ്സ് വരും? 30 വയസ്സ് കഷ്ടിച്ച് വരും. അപ്പം ഇയാൾക്ക് പൈസ വേണം. അപ്പം ഇയാളിൽ ഒരുപാട് പൈസ ഉണ്ടെന്നൊക്കെ ഈ പോലീസുകാർ വെച്ച് ഇയാളുടെ കൂടെയൊക്കെ നടക്കുന്ന കുറേ പോലീസുകാരുണ്ട്. അതാണ് ഈ ഞാൻ പറഞ്ഞ 5000-ൽ പെട്ട കറപ്റ്റ് പ്രാക്ടീസുള്ള പോലീസുകാർ. അവരാണ് ഇവരെ ഓരോന്നും രുചി പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞോട് സാറേ ഭയങ്കര പൈസയാണ് ഇയാൾക്ക്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരു 18 വർഷം മുമ്പുള്ള കാര്യമാണ്. ഏകദേശം 10 ലക്ഷം രൂപ കൊടുത്ത് അവൾ ഒതുങ്ങും എന്നുള്ള മെസ്സേജ് മറ്റവൻ പേടിച്ച് നിൽക്കുകയാണ്. അയാളെ ഇഷ്ടം പോലെ പൈസയാണ്. 10 ലക്ഷം രൂപ ഇയാൾ ഒരു വനിതാ CI ഇടയിൽ നിന്ന് ബ്രോക്കറായിട്ട് നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി ആ ലേഡിക്ക് 2 ലക്ഷം മറ്റോ കൊടുത്തു. 1 ലക്ഷം വനിതാ CIക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര? 7 ലക്ഷം. ഇയാളുടെ ശമ്പളം എത്ര? 25,000 രൂപ മാത്രമേ കാണുള്ളൂ അന്ന്. 7 ലക്ഷം രൂപ അന്ന് ഇയാൾ വാങ്ങിച്ചു. ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ 2-3 പറഞ്ഞ് നിർത്താം. ഇത് മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും വരുന്നത് കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് ഗോവിന്ദസ്വാമിയുടെ കേസിലേക്കും വന്നത്. അതിലേക്ക് ഞാൻ വരികയാണ്. ഗോവിന്ദസ്വാമിയുടെ കേസിലേക്ക് ഞാൻ വരികയാണ്. എന്നാലും ഇത് പറയണമല്ലോ. അപ്പോൾ അടുത്തത് ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇയാളെ ഈ കറപ്റ്റ് ഇതൊക്കെ വെളിയിലൊക്കെ അറിഞ്ഞപ്പം ഏതോ ഗവൺമെൻറ് ഇയാളെ എടുത്ത് പാലക്കാട്ട് KAPയിൽ അവിടെ ഇവിടെ പോസ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിൻസനം പോൾ DGP, അദ്ദേഹം DIG ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം പിന്നെ ഇയാൾ ഇത് കേരളമാണ് അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. മറ്റേ SP ബിഷു ആണ് വേണമെന്ന് പറഞ്ഞില്ല, അതേപോലത്തെ ഒരു പ്രവൃത്തിയാണ്. അന്ന് ട്രെയിനിങ് നടക്കുകയാണ്. എനിക്കാണ് 100-200 പേര് പോലീസുകാർ ട്രെയിനിങ് ഉണ്ട്. എല്ലാവരുടെയും 500 രൂപ വെച്ച്. അന്ന് പോലീസുകാരന് ശമ്പളം 5000 രൂപയല്ലേ കാണുള്ളൂ, 5000-6000 രൂപയല്ലേ മാക്സിമം കാണുള്ളൂ. 500 രൂപ വെച്ച് വാങ്ങിച്ചോളാം. ഇയാൾക്കതൊന്നും പ്രശ്നമില്ല. ഈ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ വാങ്ങിക്കും, ബാക്കി പിന്നെ ആലോചിക്കാം. നീ കാഞ്ഞ ബുദ്ധിയാണ്. 500 രൂപ വെച്ച് വാങ്ങിച്ചു. 500 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് പിന്നെ അപ്പം ഒരു ഹൈദരാബാദിൽ നിന്ന് ഈ മറ്റേ ഈ മുസ്ലിം വൈദ്യൻ അതുവഴി വന്നപ്പം പോലീസുകാർ പറഞ്ഞു, സാറേ ഇദ്ദേഹം ഭയങ്കര ഇതുണ്ടാക്കും, മറ്റേ ആട് ചേർന്ന രസായനം ഉണ്ടല്ലോ, അജമാംസ രസായനം, കറക്റ്റ്, അജമാംസ രസായനം ഉണ്ടാക്കുന്ന ആളാണ് ഇവിടെ. അപ്പം പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ളവർക്കൊക്കെ ഒരു ചെറിയ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടല്ലോ. അപ്പം ക്യാമ്പിലല്ലേ, അപ്പോൾ കുറേ പോലീസുകാർ ട്രെയിനിങ്ങിനുണ്ട്. അപ്പം അയാൾക്കും ഒരു ബിസിനസ് നടക്കും. അപ്പം ആടിനെ ഇവിടെ വെച്ച് തന്നെ ശരിയാക്കി ചെയ്യും, അത് ലാഭമാണ്. അപ്പം ഇങ്ങേർക്ക് പെട്ടെന്ന് ഈ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ലഡ്ഡു പൊട്ടി. നല്ല ഐഡിയയാണ്. ഇയാൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിനെയൊക്കെ കിട്ടി. അപ്പോൾ ആമാരെല്ലാം ചെന്ന് പോലീസായിട്ട് നിങ്ങൾക്ക് ഈ ഹാർഡ് ട്രെയിനിങ് ഞങ്ങൾ സ്വപ്പം കടുപ്പിക്കുകയാണ്, ചിലപ്പോൾ നിങ്ങൾ താങ്ങൂല, അതുകൊണ്ട് നിങ്ങൾ അജമാംസ രസായനം കഴിക്കണമെന്നാണ് നമ്മുടെ കമാൻഡാൻറ്റ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പോലീസുകാർ ഇപ്പം അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അന്ന് ഇതേപോലെ ഗവൺമെൻറ്റിനെ സോഷ്യൽ മീഡിയയിലും മറുനാടനിലൊന്നും പറയാനുള്ള സംവിധാനമൊന്നും ഇല്ല. അവർ നിവൃത്തിയില്ല, അല്ലെങ്കിൽ പരേഡ് കടുപ്പിക്കും. ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ട്രെയിനിങ്. പോലീസുകാരുടെ ആയിരുന്നാലും ഞങ്ങളുടെ ആയിരുന്നാലും കഷ്ടപ്പാടാണ്. IPSകാരുടെ ട്രെയിനിങ് അത്ര കഷ്ടപ്പാടില്ല ഹൈദരാബാദിൽ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം പിന്നെ പോലീസുകാർ പൈസ 400 രൂപ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 400 റുപ്പീസ്, വലിയ എമൗണ്ടാണെന്ന്. 400 റുപ്പീസ് എല്ലാ പോലും അത് സ്റ്റൈപ്പൻ്റെ ഉള്ളവർക്ക് ശമ്പളം പോലും ഇല്ല. 400 രൂപ വെച്ച് എല്ലാവരും കൊടുത്തു. ഇതെല്ലാം ഇയാളുടെ കയ്യിൽ വന്നു.
എന്നിട്ട് മറ്റേ ആ എ സിക്ക് എന്താ നക്കപ്പിച്ച 100 രൂപ മറ്റേ വെച്ച് കൊടുത്തു, ബാക്കി 300 രൂപ മറ്റേ അയാളെടുത്ത്. പിന്നെ എന്നിട്ട് ഈ അജമാംസ രസായന 6 ആട് വേണം, 6 7 ആട് വേണം. 2 ആടിനെ വെച്ച് അയാൾക്ക് അത്രേ പൈസ കിട്ടുള്ളൂ. 2 ആടിനെ വെച്ച് അങ്ങനെ ചെയ്തിട്ട് അയാൾ പെട്ടെന്ന് സ്ഥലം വിട്ട്. ഇത് കഴിച്ച് അയാൾ പറഞ്ഞ് ഈ ട്രെയിനിങ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കില്ല, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്ഥലം വിടണം. അയാൾക്ക് മനസ്സിലായി പോലീസുകാരെ ഞാൻ പറ്റിക്കുകയാണ്, നിവർത്തിയില്ല. അയാൾക്ക് അങ്ങ് ഹൈദരാബാദിൽ എത്തണം. അയാൾ 3 ദിവസം കൊണ്ട് ഹൈദരാബാദിൽ എവിടെ അങ്ങ് എത്തിയപ്പോൾ ഇവർ കഴിച്ചു തുടങ്ങി. ഇയാൾക്കടക്കം വയറിടി പിടിച്ചു, മാസീവായിട്ട് ഇത് ഡിസെൻട്രി പിടിച്ച്, പിന്നെ ആ കൂട്ട് തെറ്റിപ്പോയി, ഡിക്കോക്ഷൻ തെറ്റിപ്പോയി. അപ്പം അതൊരു ഭയങ്കര സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇയാൾ കമ്മീഷനായിട്ട് വന്നു. അപ്പോൾ എവിടെ ചെന്നാലും ഇങ്ങനെ നോക്ക് എന്ത് അഴിച്ചു മാറ്റാമെന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പം അവിടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ പഴയ നമ്മുടെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയൊക്കെ കാലത്തുള്ള മേ ബി 200 years ഓൾഡ് ഒരു കാൽപ്പെട്ടിയിരിക്കുന്നു. അത് ഈ നമ്മുടെ ഈ കുതിര പോലീസ് മറ്റേ ഇതായിരുന്നല്ലോ, ട്രാവൻകൂർ പോലീസൊക്കെ ആയിരുന്നു, അങ്ങനെ എങ്ങനെയോ ഇൻഹെറിറ്റ് ചെയ്ത് വന്നതാണ് ഈ കാൽപ്പെട്ടി. അത് പോലീസുകാരവിടെ ക്യാമ്പിൽ, നന്ദാവനായ ക്യാമ്പിൽ ഇങ്ങനെ വെച്ചിരുന്നു. ഇയാൾ പറഞ്ഞു നല്ല പെട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ ഓഫീസിൽ, കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോയിക്കാന്ന്. ഞാൻ കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോയി. പോലീസുകാർക്ക് ഏകണ്ടേ ഏതാ കാൽപ്പെട്ടി തരാൻ പറ്റൂല, ഇത് ആരുടെ അല്ലല്ലോ, അവിടെ ഒരു സ്റ്റോറിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നുള്ളൂ. അതങ്ങനെ ഇങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇതിനെ കൊണ്ടുവിടെ വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞാൽ കാൽപ്പെട്ടി കാണാനില്ല. അങ്ങനെ ഓഫീസിൽ നിന്ന് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം ഇതാണ് ഇങ്ങനെയുള്ള ആളുകളെ ശരത്തെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, എന്തും ചെയ്യും, എന്ത് പോക്കൃത്തനവും ചെയ്യും എന്നുള്ള സ്ഥിതിയാണ്. ഏത് ഗവൺമെൻറ് വന്നാലും എനിക്ക് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഞാൻ മരിച്ച് 40 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ശരത്ത് മതി. എന്നാലും ശരത്തെ നമുക്കാർക്കും ഇതൊക്കെ ശുദ്ധീകരിച്ച് കാണാൻ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആകാം. ഗവൺമെൻറ്റിനും താല്പര്യമില്ല, ഏത് ഗവൺമെൻറ് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഗോവിന്ദസ്വാമിയുടെ ഇതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ള നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഇത് ഇപ്പം നമ്മൾ മീഡിയ എന്ത് ചെയ്യും, മീഡിയക്ക് കിട്ടിയതല്ലേ അവർക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതെല്ലാം നേരത്തെ ഹോംവർ. ഇപ്പം ഞാനാണ് ഒരു സ്ഥലത്തിരിക്കണമെങ്കിൽ ഗോവിന്ദസ്വാമി ഈസ് വെരി റിച്ച്, അറിയാമല്ലോ. ഇയാളെ ബോംബെ ബന്ധങ്ങളും മറ്റേ സുപ്രീം കോടതി പോയതും ഞാൻ പോയാൽ നമുക്ക് സുപ്രീം കോടതി പോകാൻ പറ്റുമോ? ഭാര്യ വീട്ടിലെ സ്വത്ത് വിറ്റാലെന്ന് സുപ്രീം കോടതി പോകാൻ പറ്റും. എന്തുമാത്രം ഫീസൊക്കെ കൊടുക്കേണ്ടി. അപ്പോൾ അതുപോലും ഹി കുഡ് അഫോർഡ് ഇറ്റ്. അപ്പം അതാണ് ഗോവിന്ദസ്വാമി. അപ്പം ഗോവിന്ദസ്വാമി ആ മാഫിയ അല്ലെങ്കിൽ ആ കാർട്ടൽ നല്ല എമൗണ്ട്, അല്ലെങ്കിൽ ഇയാൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ഗോവിന്ദസ്വാമി അവിടെ കിടക്കയില്ലേ എന്നൊക്കെ ഈ തൽപര കക്ഷികൾ ആലോചിക്കും. അങ്ങനെ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഇറക്കി വിടുമ്പോൾ മീഡിയ എല്ലാം കൂടെ ചാടി അലറി തുള്ളി വിളിക്കും. അപ്പം നമ്മൾ എന്തോ ചെയ്യും, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം, ഇത് നല്ലവണ്ണം ഹോംവർക്ക് ചെയ്തിട്ട് മറ്റേ ആക്സാബ്ലൈഡ് ഉപയോഗിച്ച് ഞാൻ മുറിച്ചു പിന്നെ എന്നൊക്കെ. ഇത് മൊത്തം പച്ച കള്ളമാണ്. ഇത് ആലോചിച്ച് ജയിലിൽ ഇപ്പം ഈ പോലീസുകാരുടെ പോലെ തന്നെയാണ് ഈ ജയിലിലെ ലോവർ ഓഫീസേഴ്സ്. ഇപ്പം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ അല്ലെങ്കിൽ മറ്റേ പഴയ ഹെഡ് വാർഡൻ എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഇപ്പം വളരെ അങ്ങ് മെച്ചപ്പെട്ടു. അവരൊക്കെ എല്ലാം ചെറുപ്പക്കാരാണ്, വളരെ ക്വാളിഫൈഡാണ്. അവർക്കൊന്നും ഇങ്ങനത്തെ ഈ ഡർട്ടി വർക്ക്, ഈവൻ കറപ്ഷനിൽ അവർക്ക് താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ നേരത്തെ കാലത്തെ വീട്ടിൽ പോകാൻ നോക്കേയുള്ളൂ, ഭാര്യയുടെ അടുത്ത് പോകും, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാനും, ഡ്യൂട്ടി കഴിഞ്ഞാൽ ടക്കുന്ന തലം, പിന്നെ അവിടെ എങ്ങും നിൽക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ലോവർ ലെവലിലുണ്ട്. പക്ഷേ ഈ മിഡിൽ ലെവലിലും സീനിയർ ലെവലിലും പിന്നെ ഒരുപാട് ജയിലിനകത്ത് പോലീസിനേക്കാളും കൂടുതൽ കറപ്ഷൻ നടക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ലെങ്കിലും ഒരു ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60% കോൺസ്റ്റബിൾ തൊട്ട് DGP വരെ നോക്കുമ്പോൾ ഒരു 60% വി ആർ ഓക്കെ. ബാക്കിയുള്ള 40% ഈ കുട്ടിയേശ്വരമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ജയിലിൽ ഞാൻ ഈ പറയുന്ന ഈ എബവ് ഈ മറ്റേ SI അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അവരുടെ അത് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടോ, എനിക്ക് ആ കൺഫ്യൂഷൻ അവരുടെ ഡെസിഗ്നേഷൻ. SIയുടെ മുകളിലുള്ള ഈ SI ഗ്രേഡിന് മുകളിലുള്ള ഈ ഓഫീസേഴ്സ് കുറച്ച് പേരേ ഉള്ളൂ. അവർ ഭയങ്കര കുഴപ്പമാണ്. അതിനകത്ത് മിക്കവരും കുഴപ്പമാണ്. അവരാണ് ഈ പോക്കൃത്തത്തിനെല്ലാം കൂട്ടി നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ടീം നല്ലവണ്ണം ആലോചിച്ച്
എക്സിക്യൂട്ട് ചെയ്ത സാധനമാണ്. എന്തോ ഗോവിന്ദച്ചാമിക്ക് കറക്റ്റ് സമയത്ത് കാറ് വരാതിരിക്കുകയോ അതോ അതിന് മുമ്പ് ഇതിപ്പോൾ 2-3 മണിക്കൂർ താമസിച്ചിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമി കാറി കയറിപ്പോയെന്നെ. അതിൽ ട്രെയിനിലൊന്നും പോകില്ല, അയാൾക്ക് അറിയാം അവിടെയൊക്കെ പോലീസ് ഉണ്ടെന്ന്. പോലീസുകാർ ആത്മാർത്ഥമായിട്ട് നോക്കി. പക്ഷേ ഗോവിന്ദച്ചാമി മിസ്ഡ് ഹിസ് എസ്കേപ്പ് ബൈ എ വിസ്കർ എന്ന് പറയും. സ്വപ്പം താമസിച്ചിരുന്നെങ്കിൽ അയാൾക്ക് കാറ് വരുമായിരുന്നു, പോയേനെ. അല്ലാതെ ഗോവിന്ദച്ചാമി മധുര വരെ നടന്നൊന്നും പോവില്ല. അയാളുടെ കഷ്ടകാലത്തിനാണ് പിടി വീണത്. അപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ റിപ്പോർട്ടഡ് ഇതെല്ലാം പച്ചക്കള്ളമാണ്. ഞാൻ എൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കാൻ പോകണമെങ്കിൽ ഈ ഗോവിന്ദച്ചാമിയുടെ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ടീമുമായിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഗോവിന്ദച്ചാമി എടുത്ത് പറയും, എന്നാ ഉണ്ട് കയറും കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ബലമുള്ള കാര്യം വേണം, നീ കയറി കാണിക്കാൻ പറയും. നീ കയറി കാണിക്കുക, എനിക്കും കൂടെ കൺവിൻസ്ഡ് ആവണ്ടേ. അതാദ്യം അതിനെ ഞാൻ വീഡിയോ ചെയ്യും, ഇവന് കയറാൻ പറ്റുമോ എന്നുള്ളത്. ഇയാൾ ഗോവിന്ദച്ചാമി ഇറങ്ങി മറ്റാരോ ഇരുന്ന് മുറിച്ച് മഴയത്ത് ശബ്ദം ഉണ്ടാക്കാതെ സൈലൻസർ ഫിറ്റ് ചെയ്തിട്ട് എന്നിട്ട് അയാൾ ഇറങ്ങി നടന്ന് മതിൽ വഴി പോയെന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല, അയാളെ നേരെ ഇറക്കിയാണ് വിട്ടിട്ടുള്ളത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. അപ്പൊ തന്നെ വേറെ ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇവർ ഈ സംഭവം നടന്നതിന് ശേഷം ഗോവിന്ദച്ചാമി തിരിച്ചു കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതായത് ജയിലിനകത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത് അവിടെ ഒരു അന്വേഷണം വേണ്ടേ. അതായത് ഈ മുറിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ മാധ്യമങ്ങൾക്കും അതിൻ്റെ പൊതുജനങ്ങൾക്കും എല്ലാം റെസ്ട്രിക്ഷൻ ഉണ്ട്. പോലീസ് പറയുന്നത് മാത്രമേ പുറത്ത് വരികയുള്ളൂ. അവിടെ എന്താണ് നടക്കുന്നത് എന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു അന്വേഷണം വേണ്ടതല്ലേ. അവിടെ ഒരു നേരത്തെ പറയുമ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്ന് പോലീസ് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇവർ പറയുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. അവിടെ എങ്ങനെ മുറിച്ചു, മുറിച്ചത് എങ്ങനെയായിരുന്നു, ആക്സ് ബ്ലേഡ് കൊണ്ട് തന്നെ മുറിച്ചതാണോ, അതൊക്കെ നമ്മളൊന്നും അറിയേണ്ടതില്ലേ അവിടെ. നിങ്ങൾ ശരിക്കും വഴിതെറ്റി ജേർണലിസത്തിൽ ഒന്നാണ്. നിങ്ങൾ പോലീസിൽ പോകേണ്ട ആളായിരുന്നു. നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ തന്നെ നിങ്ങൾ പെർട്ടനൻറ്റ് പോയിന്റ്സാണ് നിങ്ങൾ ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരികയാണ്. അതൊരു മൈനർ കാര്യമാണ് ആക്സാബ്ലൈഡിൻ്റെ. അതിനേക്കാളും വേറെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാറുണ്ട്. ഞാൻ ഇൻവെസ്റ്റിഗേറ്റർ, എൻ്റെ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ കീഴിലുള്ള DYSP എടുത്തോ അല്ലെങ്കിൽ SP എടുത്തോ പറഞ്ഞ് ഞാൻ എങ്ങനെ ചെയ്യിക്കും എന്നുള്ളത് ഇതൊക്കെയാണ് പോയിന്റ്സ്. റിഹേഴ്സൽ ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞില്ലേ, ഞാൻ 2 വഴിയും നോക്കും. ഗോവിന്ദച്ചാമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ ഈ പിന്നെ കൊള്ളിവുഡഡ് ഓഫീസേഴ്സ്, ജയിൽ ഓഫീസേഴ്സുമായിട്ട് ചേർന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അയാൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്മാർക്ക് ഭയങ്കര സ്നേഹമാണ് ഈ പ്രിസൺ തടവുകാർക്ക്, ഈ ജയിൽ അധികാരികളോട്. അപ്പോൾ ഇവരുടെയൊക്കെ കാൽക്കുലേഷൻ തെറ്റിയാണ് ഈ പിടി വീണത്. അപ്പം അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ചുള്ള വഴി കൂടെ ആദ്യം ഇത് നടത്തും, ചെയ്യാൻ പറയും നീ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇയാളെ നേരാമണ്ണം ഇറക്കി എന്ന് പറഞ്ഞാൽ ഈ ശല്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മുണ്ടൊക്കെ ഇട്ടതാണ്, അത് ഗോവിന്ദച്ചാമി ഇട്ടതല്ല, വേണ്ടപ്പെട്ട ഓഫീസേഴ്സ് ഇട്ടതാണ് എന്ന് തന്നെ ഞാൻ പറയും. എന്നിട്ട് ഈ എളുപ്പ വഴിയുണ്ടല്ലോ അതുവഴി ഇറക്കിക്കൊണ്ടുപോകും. എന്നിട്ട് ക്യാമറ ചെക്ക് ചെയ്യും. ഈ 2 വഴിയിലും ക്യാമറ ചെക്ക് ചെയ്യും. ഇത് എപ്പോഴെങ്കിലും 1 മിനിറ്റ് നേരത്തേക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടോ, പിന്നെ ഈ ക്യാമറ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ. ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്താലും വലിയ വിശേഷമില്ല. ഏത് ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ തന്നെ. കാരണം ഇവിടെ ഈ ക്യാമറയൊന്നും നേരവണ്ണം വർക്ക് ചെയ്തില്ലെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ പലതും. അപ്പം ക്യാമറ വർക്ക് ഈ ഞാൻ എഴുതി വെച്ച് തരാം ശരത്തെ, ഇത് വെരിഫൈ ചെയ്യുമ്പം വരും മറ്റേ AMC ആനുവൽ മെയിൻ്റനൻസ് റിപ്പയർ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ AMC ആണ്, അത് ചെയ്യേയില്ല, സൈൻ ചെയ്യേയില്ല. നമ്മുടെ റോഡിലെ ട്രാഫിക് ക്യാമറ ആയിരുന്നാലും ഈ പൈതോടത്ത് ക്യാമറ ഒക്കെ വാങ്ങിക്കും, പക്ഷേ AMC സൈൻ ചെയ്യില്ല. എന്നാലല്ലേ അവർ പ്രോപ്പറായിട്ട് ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദിസ് ക്യാമറ ഈസ് വർക്കിംഗ് കണ്ടിന്യൂസ്ലി റൗണ്ട് ദ ക്ലോക്ക് 365 days. അതിൽ ആർക്കും താല്പര്യമില്ല. അപ്പം ഈ ജയിലിലെ സിസ്റ്റം തന്നെ മൊത്തം പോക്കാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറേ മേലുദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്നത്? ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പിന്നെ അവിടെ വരണോ വെളിയിൽ നിന്ന് ആളുകൾ, പൊളിറ്റീഷ്യൻസ് ഒന്ന് ശരിയാക്കണോ? ഇത് ഇവരുടെ ജോലി തന്നെയാണ്, വേറൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെയല്ലേ ചെയ്യാൻ. പിന്നെ വേറെ കാര്യം, നമ്മുടെ പോലീസ് ഡ്യൂട്ടിയെ കാണും, ഞാൻ ഒട്ടും കുറച്ച് പറയില്ല, പോലീസ് ഡ്യൂട്ടി കാണും ഭയങ്കര ഒരു 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 ഓണറബിൾ എന്താ പറയുക, മോർ
ഒരു സെക്യൂരിറ്റിയൊക്കെ ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഡ്യൂട്ടിയാണ് ഈ ജയിലിലെ ഓഫീസേഴ്സിൻ്റെ മെന്നോട്ട് അങ്ങറ്റം വരെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ശിക്ഷിച്ച് അങ്ങോട്ട് അയക്കുന്നതാണ്. പിന്നെ കോടതി നോക്കുകുത്തിയാക്കി കോടതി കോർട്ട് ഹാസ് ടു they themselves will cut a sorry figure before the public. ഇങ്ങനെയുള്ള എല്ലാവരും തുറന്നു വിട്ട് എന്താ കാര്യം? ജയിലിൽ ചെന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് രക്ഷപ്പെടാമല്ലോ. അങ്ങനെ അതിനൊരു സംവിധാനം വേണ്ടേ? അപ്പം കോടതിയെ പല്ലിളിച്ച് കാണിക്കുന്നു, നമ്മളെ ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുന്നു. ഈസ് എ ഡ്രെഡഡ് ക്രിമിനൽ. കൊടും കുറ്റവാളി എന്ന് ശരത്ത് പറഞ്ഞില്ലേ, ഡ്രെഡഡ് ക്രിമിനൽ എന്ന് ഞാൻ പറയും. അയാൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസ് വെരി വെരി ഡേഞ്ചറസ് പോലെ. ആരെ വേണമെങ്കിലും അയാൾ കൊല്ലുക. പിന്നെ അയാൾ ഇപ്പം മർമ്മം കൂടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ജയിലിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ജയിലെന്നൊക്കെ അയാൾക്ക് മനസ്സിലായി, എങ്ങനെ അവരെ റെഡിയാക്കണമെന്ന് മനസ്സിലായി. ഇയാളെ വെരി ഹാപ്പി ടൈം ഇൻ ദ ജയിൽ. പിന്നെ അപ്പം അതും അയാൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം പിന്നെ അയാൾ പറഞ്ഞാണ് വല്ല ഇനി മോഷ്ടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാറന്മാർക്കും അതിൻ്റെ പങ്ക് തരാം എന്ന് പറഞ്ഞാണ് ഓൾറെഡി പൈസ ട്രാൻസ്ഫർ ചെയ്ത് കാണും. ഞാനാണ് ഈ അന്വേഷണത്തിന് പോണെങ്കിൽ എനിക്ക് സംശയമുള്ള അന്നത്തെ ഡ്യൂട്ടി ഇന്നർ ഡ്യൂട്ടി ഔട്ടർ സർക്കിളെല്ലാം ഉണ്ട് അന്ന് രാത്രി, പിന്നെ അന്നത്തെ പകൽ, ഈ പ്രീവിയസ് 3 days ഉള്ള അതിനുണ്ടായിരുന്ന ഓഫീസേഴ്സും അവരുടെ സീനിയർ ഓഫീസേഴ്സ് ഇതുമായിട്ട് ഈ ഗാർഡിങ്ങും വാച്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓഫീസേഴ്സും ഈവൻ ടോപ്പ് ഓഫീസേഴ്സിനും വരെ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്യും. പക്ഷേ അത് പോലീസിൽ ഒരു IG DIG അന്വേഷണത്തിന് നേതൃത്വം വെച്ച് അത് ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഈ അന്വേഷണം ഇത് ഉത്തരവാദപ്പെട്ടവർ ആത്മാർത്ഥമായിട്ട് ഇത് വെളിയിൽ വരണം. ഡ്രഡഡ് ക്രിമിനലിനെ രക്ഷപ്പെടുത്തിയ ഈ സംഗതി വെളിയിൽ വരണം. ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് പങ്കില്ല എന്ന് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആളുകൾക്കോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജ്, റിട്ടയർ ചെയ്ത ജഡ്ജിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. റിട്ടയർ ചെയ്ത ജഡ്ജിമാർ ഒരുപാട് അതിൻ്റെ പുറത്ത് അടയിരുന്നിട്ട് ദേ വിൽ നോട്ട് ഡു എനിത്തിങ്. അവർ വേറെ ഒന്നും ചെയ്യില്ലെങ്കിലും ദേ വിൽ ബ്രൂഡ് ഓവർ, ഒന്നും ചെയ്യില്ല. ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ട. എത്ര ജുഡീഷ്യൽ എൻക്വയറി കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ എല്ലാം റിസൾട്ട് ഉള്ളി തൊലിച്ച് വലിയ സിറ്റിംഗ് ജഡ്ജ്. നമുക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള വെളിയിലത്തെ കാര്യമല്ല പറഞ്ഞാൽ, കേരളത്തിന് വെളിയിലത്തെ കാര്യമല്ല പറഞ്ഞാൽ, കേരളത്തിനകത്ത് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ജുഡീഷ്യറിയാണ്. ലോവർ ജുഡീഷ്യറിയും കൂടെ തൊലഞ്ഞു പോയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഈ പോലീസ് 50% കറപ്റ്റാണെന്നുള്ള, അതേപോലെ തൊലഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം കഷ്ടത്തിലായിപ്പോയേനെ. ഈ ലോവർ ജുഡീഷ്യറി ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. അപ്പോൾ സിറ്റിംഗ് ജഡ്ജസ് ആണ് നമ്മുടെ പ്രതീക്ഷ. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും. ഓൾറെഡി അവർ ഹൈലി ടാക്സ്ഡ് ആണ്, അവർക്ക് ഒരുപാട് വർക്കുണ്ട്. എങ്കിൽ പോലും ഇത് ജനങ്ങളുടെ കൺസേൺ കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും മറ്റോ ഇത് പോകുമ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം പ്രാർത്ഥന ഇതൊരു മെസ്സേജ് ആയിരിക്കും. ഇനിയുള്ള ജയിൽ ചാട്ടത്തിനോ അല്ലെങ്കിൽ ഇനിയുള്ള ജയിലിനകത്തുള്ള കുഴപ്പം എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ സിറ്റിംഗ് ജഡ്ജിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഞങ്ങൾ ഉത്തരവിടേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയേണ്ടി വരും. സാർ ഇപ്പോഴും ഒരു നോർമലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തണുത്തു. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ഒരു സംഭവം നമ്മൾ അയാളുടെ ഒരു മോട്ടീവ് നോക്കുക, മോഡസ് ഓപ്പറാൻഡി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇയാൾ നടത്തിയെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഇൻസ്പെക്ഷൻ കൃത്യസമയങ്ങളുടെ ഇടയിൽ വേണം. 5 മണിക്ക് തലേ ദിവസം കയറ്റിയതാണ് ഇയാളെ. അതിനുശേഷം പിറ്റേന്ന് 7 മണി വരെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം 7 മണി വരെ ഇയാളെക്കുറിച്ച് നോക്കിയിട്ടേ ഇല്ല. മാത്രമല്ല ഇയാളുടെ അകത്ത് നോക്കുക, അതിൽ ജസ്റ്റ് വെളിയിൽ കൂടെ പോയാൽ തന്നെ നേരത്തെ പറയുന്നത് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് നോക്കിയാൽ മതി. പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. ഇയാൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചില്ല. എവിടെയൊക്കെ ഈ ജയിലിനുള്ളിലെ പരിസരങ്ങളിൽ ഇരുട്ടുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലായി. ഇയാൾക്ക് ആയുധങ്ങൾ കിട്ടുന്നു, അതുവഴി കയറി പോകുന്നു. ഇതൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അതെ. അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോക്കുക, തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം നോർമലൈസ് ചെയ്ത അവസ്ഥയിലേക്ക് വരുന്നു. പോലീസ് പറയുന്നത് മാത്രം നമ്മൾ കേട്ട് വിശ്വസിച്ച് വാർത്ത കൊടുക്കുന്നു. എന്നിട്ട് നമുക്കൊരു തൃപ്തി വരുന്നില്ല. ഇപ്പോൾ വീണ്ടും എന്നിട്ട് അടുത്തൊരു വാദം വരുന്നത്, ഇപ്പോൾ അയാൾക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള അവസരം കിട്ടി ജയിലിൽ, സെൻട്രൽ ജയിലിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അയാൾ തന്നെ പറയുന്നു. അല്ല, അത് നിങ്ങൾക്കും എനിക്കാണ് വലിയ അത്ഭുതം കൂറുന്ന ഒരു വാർത്ത. ഫോണൊക്കെ ചോദിക്കാനും പറയാനുണ്ട്. അതെ, നമുക്കറിയാം ജയിലിലുള്ള ആൾക്കാരുടെ അറിയാം. ഫോണ് മാത്രമല്ല പല സാധനങ്ങളും അവർക്ക് കിട്ടുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് പറയില്ല. എന്നാൽ പോലും ഇങ്ങനെ രീതിയിലേക്ക് വരുമ്പോൾ തന്നെ
അതിന് നോർമലൈസ് ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോഴും അതിനൊരു ഇമ്പാക്റ്റ് അവിടെ കുറഞ്ഞു. ഗോവിന്ദസ്വാമി പോയി ഇനി അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്നിട്ടും അതെ, ഇതിന്റെയൊക്കെ കാരണക്കാരായതിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നില്ല എന്നൊരു കാര്യം. അങ്ങനെ ഒരു കാരണക്കാരുണ്ടെങ്കിൽ ആരാണ്? അതുകൊണ്ടാണല്ലോ ശരത്തെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാര്യം ഞാൻ മറ്റുള്ള ആളുകൾ പറയുന്ന പോലത്തെ കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇത് സത്യസന്ധരായ ഒരു 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 ഐ ജിയുടെ നേതൃത്വത്തിൽ ഇത് അല്ലെങ്കിൽ വേണ്ട ഒരു എസ് പി ആയിരുന്നാലും മതി. മിടുക്കന്മാരെ മിടുക്കികളുമായ എസ് പിയും ഐ ജിമാരും നമുക്കുണ്ട്. അവരുടെ ആരുടെയും നേതൃത്വത്തിൽ. പക്ഷെ അവർക്കൊരു ധൈര്യം വേണമെങ്കിൽ പാരലായിട്ട് സിറ്റിംഗ് ജഡ്ജി അത് കോടതിയുടെ താല്പര്യമാണ്. സിറ്റിംഗ് ജഡ്ജി പാരലായിട്ട് അന്വേഷിക്കണം. സിറ്റിംഗ് ജഡ്ജി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പം ഞാനോ ശരത്തോ ഈ കാര്യം നമ്മൾ വളരെ കൺസേൺഡാണ് ഈ കാര്യത്തിൽ. നമ്മളെങ്ങനെ പോയി അന്വേഷിക്കും? കുതിര പോകുമ്പോൾ അല്ലെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും നോക്കാതെ ഒറ്റ പോക്കാണ്. ഇവർ സിറ്റിംഗ് ജഡ്ജാകുമ്പോൾ അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ പോയി ഇത് കണ്ടുപിടിക്കട്ടെ. അവർ അന്വേഷണം നടത്തുമ്പോൾ കറക്റ്റായിട്ട് ഇന്ന് ഞാൻ സിറ്റിംഗ് ജഡ്ജി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് പോലീസിന് ടെൻഷനാവും. അഥവാ പോലീസിനെ സ്വാധീനിക്കാൻ ആരെങ്കിലും മേലുദ്യോഗസ്ഥരെ നോക്കുകയാണെങ്കിൽ എസ് പി പറയും, സാറേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജുഡീഷ്യൽ എൻക്വയറി നടത്താൻ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ ചില ഓഫീസേഴ്സിനുണ്ട്. അവരത് ചെയ്യും. പക്ഷേ അതിന് അത്യന്താപേക്ഷിത ക്വിൻറ്റെസെൻഷ്യലാണ് ഈ ജുഡീഷ്യൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടുള്ള. സെഷൻ ജഡ്ജി വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ടെങ്കിലും സിവിൽ ജുഡീഷ്യൽ ഓഫീസറിനെ കൊണ്ടെങ്കിലും ഇത് അന്വേഷിപ്പിക്കണം. അത് ഗവൺമെൻറ് അതിന് വേണ്ട നടപടി എടുക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി അതിന് വേണ്ട നടപടി എടുക്കണം. This is a very, very serious thing, offense. ഇത് അങ്ങനെ നമുക്ക് ശരത്ത് പറഞ്ഞാൽ അങ്ങനെ മറക്കാൻ പറ്റില്ല. ഗോവിന്ദസ്വാമി വിളിച്ചാടിയത് ഇത് നമുക്ക് അക്ഷന്തവ്യമായ സിസ്റ്റത്തിൻ്റെ അക്ഷന്തവ്യമായ തെറ്റാണ്. ഈ ജയിലിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അതെല്ലാം കറക്റ്റ് ചെയ്ത് ജുഡീഷ്യൽ എൻക്വയറി ചെയ്യുമ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതി പോവാം, അല്ലെങ്കിൽ സുപ്രീം കോടതി പോവാം. എങ്ങനെയാണത് ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഇഫ് ദ ഗവൺമെൻറ് ഓർ ദ റെസ്പോൺസിബിൾ ഇഫ് ദ റിയലി മീൻ ബിസിനസ്, ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എന്ത് ചെയ്യും? തരത്തിന് അന്വേഷിക്കാൻ പോകാൻ പറ്റും? റിട്ടയർ ചെയ്ത് എനിക്ക് അന്വേഷിക്കാൻ പോകാൻ പറ്റും? പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമുക്കുള്ള ആകെയുള്ള ആശ്രയം ഈ ജുഡീഷ്യറിയാണ്. അത് സിറ്റിംഗ് ജഡ്ജിനെ ഞാൻ വീണ്ടും പറയുന്നത്, സിറ്റിംഗ് ജഡ്ജി തന്നെ വേണം. അല്ലാതെ ഇത് ഒന്നും വരില്ല. ഇത് ഡെഡാവും. ഇപ്പം അടുത്ത് തന്നെ എവിടെയെങ്കിലും തുണി പറിക്കുന്ന ഒരു സംഭവം വരും, മീഡിയ എല്ലാം അതിൻ്റെ പുറകെ പോകും. ഗോവിന്ദസ്വാമിയെ അത് തീർന്നു. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. അതായത് സാറ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ തുടക്കം മുതൽ തന്നെ കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നു, സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നു, എല്ലാം പറഞ്ഞു. അവിടെ നിന്ന് ഗോവിന്ദസ്വാമിയിലേക്ക് വരുമ്പോൾ അവിടെയും ഈ ഒരു സംഭവം ഉണ്ടായേക്കാം എന്നുള്ള കാര്യം പറയുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം DGP പറയുന്ന പ്രകാരം 3-4 പേരെ സസ്പെൻഡ് ചെയ്തു. നേരത്തെ ജയിലിലുള്ള സാധാരണക്കാരെ കുറച്ച് പേര്. അതിനകത്തൊരു ഭാഗമോ ഇല്ലേന്ന് അറിയില്ല. എങ്കിലും എല്ലാം കൂടെ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് പിൻ പോയിന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നുണ്ട്. ഗോവിന്ദസ്വാമിയുടെ ഈ ഒരു ചാട്ടത്തിൽ, ജയിൽ ചാട്ടത്തിൽ ആരായിരിക്കാം ഒരു പ്രധാന കണ്ണി? അതിനകത്ത് ലോക്കൽ സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരായിരിക്കുമോ, അതോ നമ്മൾ സംശയിക്കുന്ന രീതിയിലേക്കുള്ള ഒരാളിലേക്കാണോ എത്തുന്നത്? താങ്കൾ ആരെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത്? അതുകൂടി നമുക്ക് കേൾക്കാനൊരു താല്പര്യമുണ്ട്. എനിക്ക് ഓപ്പണായിട്ട് പറയാൻ നിവർത്തിയില്ല. പക്ഷേ ഞങ്ങൾ ഈ പോലീസിലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട്, ഞാൻ 10-37 വർഷം ജോലി ചെയ്തുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ഹൈപ്പോത്തറ്റിക്കൽ തിയറിയാണ്. അത് പറ്റി അന്വേഷിച്ച് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യുക. അങ്ങനെയാണ് എല്ലാ കേസും തെളിയുന്നത്. അല്ലാതെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് ഒരു കേസും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അവൈലബിൾ എവിഡൻസ് ഇതെല്ലാം കൂടെ വെച്ച് യോജിപ്പിച്ച് ആണ് ഒരു കേസന്വേഷണം നടത്തുന്നത്. ഒരു തിയറിയും കൂടെ നമുക്ക് കാണാം. ആ തിയറി 99% കറക്റ്റായിട്ട് വരും. പിന്നെ അപ്പോൾ അതേപോലെ ഇത് ഉന്നതങ്ങളിൽ നടന്ന ഒരു ഗൂഢാലോചന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആക്രാന്തം, ഈ പൈസയ്ക്ക് ആക്രാന്തമുള്ളതിൻ്റെ ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനമാണ്. ഒരുപാട് പൈസയുള്ള പാർട്ടിയാണ്. അല്ല ചുമ്മാ അയാൾ ഇറങ്ങിപ്പോകുന്ന ഒരാളല്ല. അപ്പം അത് ഒരു ടീം അടങ്ങുന്ന ആ ടീം ആരെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇവനിത് കയറാൻ പറ്റിയില്ല, ക്യാമറ മൊത്തം ഓഫ് ചെയ്തിട്ടുണ്ട്, ആക്സാബ്ലൈഡ്, ഇതെല്ലാം ഫാൾസ് ആണെങ്കിൽ, പ്രഹസനമാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് തിയറിയിലേക്ക് പോകും? ഗോവിന്ദസ്വാമി ഇറങ്ങി ഓടിയോ? ഇവനെ ചെക്ക് ചെയ്യണം ദിവസം രാത്രി. അങ്ങനെയൊക്കെ ഉണ്ട്. അയാൾ പ്രസൻ്റാണ്, ഇങ്ങനെയാണ്. പിന്നെ റൗണ്ട് ദ ക്ലോക്ക് വാച്ച് ടവർ, മറ്റേത് മറിച്ച്, അവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്.
ഇത് ഉള്ളിൽ നിന്ന് ആരോ സഹായിച്ചു. പിന്നെ മേലുദ്യോഗസ്ഥരും ഇതിനകത്ത് മേലുദ്യോഗസ്ഥരെ വിചാരിക്കാതെ ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവില്ല. ജയിലിലുള്ള ഇത് മേലുദ്യോഗസ്ഥർ എല്ലാം കൂടെ അറിഞ്ഞ് ചെയ്തത് തന്നെയാണ്. പിന്നെ എന്താണ് ഇങ്ങനെ പർട്ടിക്കുലർ ഈ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു, അവരെ അങ്ങനെയുള്ളവരെ മാത്രം എന്തുകൊണ്ട് സുകുമാരൻ നായർ സാറിനെ പോലെ, അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെ ഉള്ളവരെ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല ഇതുപോലുള്ള പോസ്റ്റ്? ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്. ജയിൽ അങ്ങനെ ഒതുക്കി, ഫയർഫോഴ്സ് ഒതുക്കി അങ്ങനെ പറയരുത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ്. അവിടെ അൺബിക്കമിങ് ആയിട്ടുള്ളവരെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം. അപ്പം ഇത് എല്ലാവരും നാട്ടുകാർക്കൊക്കെ അറിവുള്ളതല്ലേ. ആ പത്രത്തിൽ വായിച്ചവർക്ക് ഡെമൻഷ്യ ഇല്ലെങ്കിൽ ഇതെല്ലാം ഓർമ്മ വരും. അറിയാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്, അവർക്കൊരു സൂചന എന്തെങ്കിലും ഉണ്ടാവും ആരായിരിക്കുമെന്ന്? സൂചന എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ശ്രീരാമൻ്റെ ചേട്ടൻ്റെ പേരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ എനിക്ക് മനസ്സിലായിരുന്നു. അദ്ദേഹമല്ല ഇദ്ദേഹം, ഇദ്ദേഹമല്ല അദ്ദേഹം എന്നേ എനിക്കിപ്പം തൽക്കാലം പറയാൻ പറ്റും. അപ്പം പോലീസിലുള്ളവർക്കും ജയിലിലുള്ളവർക്കും അധികാരികൾക്ക് ഇത് കേൾക്കുമ്പം പബ്ലിക്കിന് മനസ്സിലാവും അത് ആരാണെന്ന്. സ്വാഭാവികമായിട്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ചോദ്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഒരു സ്റ്റാൻഡ് നമുക്ക് പറയാം. ഇപ്പോൾ പ്രസൻസിനെയൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. ഇപ്പോൾ ഷെറിനെ ആയാലും മറ്റേ കാർണർ വധക്കേസായാലും അവരുടെ ഒരു പരോൾ കാലാവധി, അതുപോലെ തന്നെ കൊടിസുനി അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ വീണ്ടും അവിടെ പൊളിറ്റീഷ്യൻസിന്റെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വരുന്നുണ്ടോ എന്നൊരു സംശയം കൂടി വന്നിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു പൊളിറ്റീഷ്യൻ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് കാണില്ല എന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. അത് പോലീസിന്റെ മാത്രം ഇൻവോൾവ്മെന്റ് ആവാൻ ചാൻസ് ഉണ്ടോ അതിനകത്ത്? ഞാൻ ബലമായി ഒരു കാര്യം വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിൽ 50% സത്യമുണ്ട്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ട്. ടോപ്പ് പോസ്റ്റ് ജയിലിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിന് ഒരു സംശയമുണ്ട്, നിസ്സംശയം, ബിയോണ്ട് എനി ഡൗട്ട്, റീസണബിൾ ഡൗട്ട്. പക്ഷേ ഗോവിന്ദച്ചാമിയുടെ ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ ഇതൊരു വലിയ പ്രശ്നമാവും എന്നൊക്കെ, അതിനു വേണ്ടി ഒരു വലിയ സ്റ്റേക്ക് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ 2 കോടി 3 കോടി യോജിക്കാത്തൊരു കേസാണ് ഗോവിന്ദസ്വാമിയോട്. അല്ല, 2 കോടി 3 കോടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊളിറ്റീഷ്യൻസിനെയൊക്കെ പിടിക്കാൻ പറ്റും, അല്ലാതെ ചെറിയ സംഗതിക്കൊന്നും. പക്ഷെ നമ്മുടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില കക്ഷികളുണ്ടല്ലോ ആക്രാന്തം പിടിച്ച്, അവർക്കൊരു 10 ലക്ഷം 15 ലക്ഷം ഈസി ആയിട്ട്, അത് വലിയ എമൗണ്ടാണ്. AG ആയിരുന്നപ്പോൾ ഒരു പോലീസുകാരൻ അങ്ങ് അവിടെ കിടക്കാണ് കാസർഗോട്ട്, അയാളുടെ ഭാര്യ കോട്ടയത്തു, പിന്നെ 2 കുട്ടികളും ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പം വന്ന് പറഞ്ഞു, സാർ എനിക്ക് എവിടെയെങ്കിലും ഒരു പോസ്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണല്ലേ, ഓക്കെ എനിക്കത് മനസ്സിലായി, പക്ഷേ എനിക്കെന്താ ഗുണം? നിങ്ങൾക്ക് ട്രാൻസ്ഫർ തന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തിരിക്കും, കുട്ടികളെ പഠിപ്പിക്കാതെ, പക്ഷേ എനിക്കെന്താ ഗുണം എന്ന പരസ്യമായി ചോദിച്ച കക്ഷിയാണ് നമ്മുടെ കക്ഷി. ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും അറിയാവുന്ന ഇത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഒന്നല്ല, പോലീസ് കൊട്ട ജോലി ചെയ്ത പോലീസുകാർക്കറിയാം, ഈ പോലീസുകാരനറിയാം, ക്ലാർക്കന്മാർക്കറിയാം, പിന്നെ IPS ഓഫീസേഴ്സിന് ചിലർക്കറിയാം. ഇങ്ങനെയുടെ ഈ ധൈര്യമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. 1 അല്ല 2 അല്ല 3 അല്ല, ഇതെങ്ങനെയൊക്കെ ചെയ്താലും അയാൾക്ക് അറിയാം എങ്ങനെ പിടിക്കണം. കേരളത്തിൽ നിന്ന് ഒരാളാണെങ്കിൽ ഇങ്ങനെ പോയില്ല പരസ്യമായിട്ട്, അവർക്ക് അറിയാം ഹാൻഡിൽ ചെയ്യണം, മീഡിയ ഇറങ്ങിയാൽ കുറവാണ്. ഐ അഗ്രി വിത്ത് യു. നമ്മളെ മലയാളി ഓഫീസേഴ്സ്, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസേഴ്സ് ഈ ഇന്ത്യയിലും എല്ലായിടത്തും ഉണ്ട്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിലുണ്ട്, തമിഴിയൻസിൻ്റെ ഇടയിലുണ്ട്, മലയാളികളുടെ ഇടയിലുണ്ട്. പക്ഷെ കറപ്ഷൻ കൂടുതൽ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന, അവിടെ അത് നോർമൽ ആണല്ലോ, അത് വരുന്നുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും തോന്നും ഇയാൾക്ക് എങ്ങനെ IPS കിട്ടി, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ IPS കിട്ടി എന്ന് നമുക്ക് തോന്നും. കാരണം ഈ ഒരു ലീവ് ലെറ്റർ ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഡയറക്റ്റ് IPS ഓഫീസേഴ്സിനെ എനിക്കറിയാം. ഞാൻ കോമ്പിറ്റൻസ് ഉണ്ട്. ഈ ഞങ്ങളുടെ SIയുടെ ടെസ്റ്റ് 80 അതിൻ്റെ ഒരു essay എന്ന് പറയുന്നത് വെദർ ഇന്ത്യ ഷുഡ് ഗോ ന്യൂക്ലിയർ ഓർ നോട്ട്. ഇപ്പം പോലും എത്ര ഡയറക്റ്റ് IPS കാരനത് എഴുതാൻ പറ്റും. എഴുതുന്ന IPS കാരൊക്കെ ഉണ്ട്. പക്ഷേ എഴുതാൻ പറ്റാത്ത, കോമ്പിറ്റൻസ് ഇല്ലാത്ത ഇതേപോലുള്ള ഞാൻ ഈ പറഞ്ഞു വരുന്ന കക്ഷികളെ പോലെയുള്ള ആക്രാന്തം പിടിച്ച കക്ഷികൾക്ക് പറ്റില്ല. അവരത് വളഞ്ഞ വഴി കൂടെ വന്നതാണ്. ഒന്നീ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി, അല്ലെങ്കിൽ വേറെ എങ്ങനെയോ നമുക്കറിഞ്ഞില്ല, വി ഡോണ്ട് നോ. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഓഫീസേഴ്സിൻ്റെ ഇടയിൽ കറപ്ഷൻ കൂടുതലാണ്. മലയാളി ഓഫീസേഴ്സിൻ്റെ ഇല്ല എന്ന് പറയരുത്, ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആൾ മലയാളിയാണ്. 62 കോടി രൂപ വാങ്ങിച്ചത് മലയാളിയാണ്. ഉള്ളത് നല്ല കനത്ത സാധനമായിരിക്കും. പക്ഷെ ജനറലി നമ്മുടെ മലയാളി ഓഫീസേഴ്സ് ഈ മറ്റേ ഇതിൽ വരും, ഒന്നും ചെയ്യും, ഓണസ്റ്റാണ്, ഒന്നും ചെയ്യില്ല, അങ്ങനെ ഉള്ളതിൽ വരും. പക്ഷേ കൂടുതലും സൗത്ത് ഇന്ത്യൻ ഓഫീസേഴ്സ്, തമിഴിയൻ, ഹൈദരാബാദ്, ആന്ധ്ര, അവിടെ നിന്നൊക്കെ വന്ന ഓഫീസേഴ്സാണ് ഭയങ്കരമായിട്ട്. ഇപ്പം സുകുമാരൻ നായർ
ഞാൻ പറഞ്ഞില്ലേ സുബ്രഹ്മണ്യം, സുബ്രഹ്മണ്യം, അവരൊക്കെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസേഴ്സാണ്. അവരെല്ലാം സുകുമാരൻ നായർ സാർ ഇവിടുത്തുകാരനാണ്. അങ്ങനെ ആ ഗ്രേഡിൽ വരുന്നത് സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒക്കില്ല. പിന്നെ നിങ്ങൾ നോർത്ത് ഇന്ത്യൻസ് പറഞ്ഞ് ഒരു പേര് നമുക്ക് കളയാൻ പറ്റില്ല. 1-2 പേര്. അജിത് ഡോവൽ PM-ൻ്റെ കൂടെ ഇരിക്കുന്നത്, അദ്ദേഹം ASP ആയിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഞാനന്ന് സർവീസിൽ കയറിയിട്ടില്ല. അജിത് ഡോവൽ, RN രവി ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസറാണ്, ബീഹാറിൽ നിന്ന് വന്നത്. എന്നാൽ ബീഹാറിൽ നിന്ന് വന്ന പല ഓഫീസേഴ്സും ഇവിടെ വന്നു പിരിച്ച് മുടിച്ച് നശിപ്പിച്ചിട്ട് പോയവരുണ്ട്. ഇദ്ദേഹം ബീഹാറിൽ നിന്നുള്ളതാണ്, ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസർ. ഞാൻ SI ആയിരിക്കുമ്പോൾ SP ആണ്, ഇപ്പോൾ തമിഴ്നാട് ഗവർണർ. പിന്നെ ദിനേശ് ശർമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ ബാച്ചാണ്, ബീഹാറിൽ നിന്ന് മറ്റുമാണ്. അപ്പം അവരെ ഭൂരിഭാഗം ശരത്ത് പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവരെങ്ങനെ കയറുന്നു ഇതിനകത്ത്, IPS IAS കയറുന്നു എന്നുള്ള, ഈ IPS-ലാണ് കൂടുതലും കേട്ടോ ഈ പ്രശ്നം. അപ്പം മലയാളി ഓഫീസേഴ്സിന് പൊതുവേ ഇല്ല, എന്നാലും ഉള്ളവൻ നല്ല ഉഗ്ര സാധനമാണ്, നല്ല പിന്നെ ചേനത്തണ്ടൻ എന്നൊക്കെ പറയില്ലേ, രാജവമ്പാലയാണ് ഉള്ള കറക്റ്റായിട്ടുള്ള. എന്തായാലും ഗോവിന്ദചാമിയുടെ വിഷയത്തിൽ യഥാർത്ഥ സംഭവം, ആ ജയിൽ ചാട്ടത്തിന് പിന്നിൽ എന്താണെന്ന് യഥാർത്ഥ സംഭവം നമ്മളൊരു പക്ഷേ അറിയുമോ അറിയില്ലേ എന്നറിയില്ല, അതോ മറ്റൊരു വാർത്ത വരും വരെ മാത്രമേ അതിന് ആയുസ് ഉണ്ടാവൂ എന്നും കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. വളരെയധികം വന്ദേ മാതരം.